ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. കൃത്യനിഷ്ഠയാണ് ജീവിതത്തിന് അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യയെ ഗുരുവായി അംഗീകരിച്ച് അതിൽ നിന്ന് പഠിക്കുകയാണ് വേണ്ടതെന്നും സാങ്കേതിക വിദ്യയ്ക്ക് അടിമകളാകരുതെന്നും പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. പരീക്ഷാ പേ ചർച്ച 9ാം പതിപ്പിന്റെ 2ാം ഭാഗത്തിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വ്യക്തിത്വ വികസനത്തിനും പഠനത്തിനും സഹായിക്കുന്ന സുഹൃത്തുക്കളെ സമ്പാദിക്കണം. പ്രകൃതി വിഭവങ്ങൾ ആവശ്യത്തിനും ഫലപ്രദമായും വിനിയോഗിച്ച് പരിസ്ഥിതി സംരക്ഷിക്കണം. യാത്രകൾ ചെയ്യുമ്പോൾ കാഴ്ചകൾ കാണുക എന്നതിലുപരി സ്ഥലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കായിക രംഗത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും ശ്രീ മോദി ആഹ്വാനം ചെയ്തു. തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, അസം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായാണ് പരീക്ഷാ പേ ചർച്ച 9ാം പതിപ്പിന്റെ 2ാം ഭാഗത്തിൽ പ്രധാനമന്ത്രി സംവദിച്ചത്. സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. പ്രാദേശിക, അന്താരാഷ്ട്ര, ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സീഷെൽസ് പ്രസിഡന്റ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെയാണ് പാട്രിക് ഹെർമിനി ന്യൂഡൽഹിയിൽ എത്തിയത്. നേരത്തെ ചെന്നൈയിലും മുംബൈയിലും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തു. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചാണ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ ഔദ്യോഗിക സന്ദർശനം. 2026-27 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടരും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ മാസം 1-ന് അവതരിപ്പിച്ച ബജറ്റിലെ നിർദ്ദേശങ്ങളും വകയിരുത്തലുകളും ചർച്ച ചെയ്യും. ജനുവരി 28-ന് ആരംഭിച്ച ആദ്യഘട്ട ബജറ്റ് സമ്മേളനം ഈ മാസം 13 വരെ തുടരും. മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയാണ് 2ാം ഘട്ടം. സിയാൽ എയ്റോ പാർക്ക് ആദ്യഘട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. വ്യോമയാന മേഖലയിലെ അറ്റകുറ്റപ്പണികൾ, പരിശീലനം, സാങ്കേതിക സഹായ സേവനങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുകയാണ് പാർക്കിന്റെ ലക്ഷ്യം. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിർമ്മിച്ച കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ പുതിയ കെട്ടിടവും മുഖ്യമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. ഉപകരണങ്ങളടക്കം 450 കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ക്യാൻസർ രോഗികൾക്ക് ആധുനികവും ഗുണമേന്മയേറിയതുമായ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്രം സ്ഥാപിച്ചത്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, അമ്പലപ്പുഴ, ഹരിപ്പാട് നിയോജക മണ്ഡലങ്ങളിൽ പരിഷ്കരണ നടപടികൾ പൂർത്തിയായി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ നിന്ന് ഇന്ന് പുനരാരംഭിക്കും. പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. പാനൂർ, മട്ടന്നൂർ, ശ്രീകണ്ഠപുരം, ഇരിട്ടി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം യാത്ര വയനാട്ടിലേക്ക് പ്രവേശിക്കും. തൃശൂരിലെ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 31 ഡി ബാച്ചിലെ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ചടങ്ങ് നാളെ കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അഭിവാദ്യം സ്വീകരിക്കും. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. കിഫ്ബിയിലൂടെ 24.71 കോടി രൂപ ചെലവഴിച്ചാണ് പാലം യാഥാർത്ഥ്യമാക്കിയത്. നെയ്യാർ ജലസംഭരണി നിർമ്മാണത്തെ തുടർന്ന് തൊടുമല ഗ്രാമത്തിൽ ഒറ്റപ്പെട്ടുപോയ ആദിവാസി ഉന്നതികളിലെ 1000-ഓളം ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് ഇത് പരിഹാരമാകും. അന്താരാഷ്ട്ര ഫോക്ലോർ ഫെസ്റ്റിവൽ ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വൈകുന്നേരം 6 മണിക്ക് തൈക്കാട് പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ബ്രസീലിയൻ സാമ്പ നൃത്തവും സ്പാനിഷ് ഫ്ലമിൻകോ നൃത്തവും പ്രദർശിപ്പിക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫെസ്റ്റിവൽ ഈ മാസം 5-നാണ് ആരംഭിച്ചത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് അപേക്ഷിച്ചവരിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ട 5341 മുതൽ 5369 വരെ അപേക്ഷകർക്ക് കൂടി ഹജ്ജിന് അവസരം ലഭിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ടവർ ആദ്യ ഗഡുവും 2ാം ഗഡുവും ഉൾപ്പെടെ 2,77,300 രൂപ അടയ്ക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഔദ്യോഗിക ഹജ്ജ് ട്രെയിനർമാരുമായി ബന്ധപ്പെടാം. ആലപ്പുഴ ജില്ലാതല കേരളോത്സവത്തിന് തുടക്കമായി. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ വിവിധ കലാ കായിക മത്സരങ്ങൾ നടക്കും. ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് സിയിൽ സ്കോട്ട്ലാൻഡ് ഇറ്റലി മത്സരത്തിൽ ടോസ് നേടിയ ഇറ്റലി സ്കോട്ട്ലാൻഡിനെ ബാറ്റിംഗിന് അയച്ചു. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. ഗ്രൂപ്പ് ബിയിൽ കൊളംബോയിൽ വൈകുന്നേരം 3 മണിക്ക് സിംബാബ്വെ ഒമാനെ നേരിടും. ഗ്രൂപ്പ് ഡിയിൽ വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ അഹമ്മദാബാദിൽ ദക്ഷിണാഫ്രിക്ക കാനഡയെ നേരിടും. ഡേവിസ് കപ്പ് ടെന്നീസ് യോഗ്യതാ റൌണ്ടിൽ ഇന്ത്യയ്ക്ക് ജയം. നെതർലാൻഡ്സിനെ 3-2-ന് പരാജയപ്പെടുത്തി ഇന്ത്യ 2ാം റൌണ്ടിലേക്ക് കടന്നു. ദക്ഷിണേശ്വർ സുരേഷും യുകി ഭാംബ്രിയും ഇന്ത്യയ്ക്കായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 2019-ൽ പുതിയ ഡേവിസ് കപ്പ് ഫോർമാറ്റ് ആരംഭിച്ചതിന് ശേഷം ഇന്ത്യ ക്വാളിഫയറിന്റെ 2ാം റൌണ്ടിലേക്ക് കടക്കുന്നത് ഇതാദ്യമായാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.